ഷംസീർ ദുനിയ ബീവീസിൻ്റെ റൈറ്റർമാരിൽ ഒരാളാണ്. ദുനിയ ബീവീസ് ശരിക്കും ഒരു നോവലിന് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ട ഒരു കഥയൊന്നുമല്ല. നമ്മൾ കൊറോണ കാലത്ത് ഒരു ക്വാറന്റൈൻ കാലത്ത് ഒരു അടച്ചിട്ട റൂമിൽ ഒരു 14 ദിവസം ഞാൻ ക്വാറന്റൈനിൽ ഇരുന്നിരുന്നു. ആ സമയത്ത് മനസ്സിലേക്ക് വന്ന ഒരു കഥ ഇതെങ്ങനെ സിനിമയാക്കാം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഉദ്ദേശം. കഥ എഴുതി ഒരു സിനോപ്സിസ് രൂപത്തിലാക്കി ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു ഒന്നര വർഷത്തോളം ഞാൻ ഇതുമായിട്ട് പല സംവിധായകരെയും പ്രൊഡ്യൂസർമാരെയൊക്കെ ഞാൻ പോയി കണ്ടിട്ടുണ്ട് സിനിമയാക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ. പക്ഷേ മാസങ്ങളിങ്ങനെ കടന്നു പോകുന്നു എന്നല്ലാതെ വലിയൊരു ക്യാൻവാസിലുള്ള ഒരു സിനിമ ആയതുകൊണ്ട് ഒരുപാട് രാജ്യങ്ങളൊക്കെ കവർ ചെയ്യുന്നൊരു പരിപാടി ആയതുകൊണ്ട് പലരും നിരുത്സാഹപ്പെടുത്തി. ഈ കഥയുമായിട്ട് ഇനി മുന്നോട്ട് പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല എന്നുള്ളൊരു ധാരണ 2022 ഒരു ജനുവരി മാസമൊക്കെ ആകുമ്പോൾ, കാരണം എനിക്ക് തോന്നുന്നു ഒക്ടോബറിലാണെന്ന് തോന്നുന്നു വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഖത്തർ വേൾഡ് കപ്പ്. നമ്മളെ തീം വേൾഡ് കപ്പുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം ആയതുകൊണ്ട് തന്നെ ഇനിയും മുന്നോട്ട് ഈ കഥയുമായിട്ട് പോയിട്ട് കാര്യമില്ല എന്നുള്ള ഒരു അവസ്ഥയിലെത്തുമ്പോഴാണ് ഞാൻ ഇതൊരു നോവലാക്കുന്നതിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നതും. നമുക്കറിയാം നോവലാവുമ്പോൾ പ്രത്യേകിച്ചൊരു ക്യാൻവാസ് ഒന്നും നമ്മളെ ബൗണ്ടറികളൊന്നുമില്ല. കാരണം നമുക്ക് ഏത് രൂപത്തിലുമാണെങ്കിലും നമുക്കിതിനെ പ്രസൻറ്റ് ചെയ്യാം, ഏത് രൂപത്തിലേക്കും എഴുതാം. ഒരു ബഡ്ജറ്റോ കാര്യങ്ങളോ ഒന്നും നമുക്കൊരു ഇഷ്യൂ വരുന്നില്ല. ഒരു പബ്ലിഷറെ കണ്ടെത്തുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്. അപ്പോൾ ആ രൂപത്തിൽ പിന്നെ എൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ജോലിക്കിടയിൽ ഒറ്റക്ക് എഴുതുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ കഷ്ടപ്പാടുള്ളൊരു പരിപാടി തന്നെയാണ്. അപ്പം ആ രൂപത്തിലാണ് ഞാൻ എൻ്റെ സുഹൃത്ത് വലയത്തിലുള്ള എൻ്റെ മുബാറക്കിനെ ഞാൻ ബന്ധപ്പെടുന്നത്. മുബാറക്കിനെ കുറിച്ച് എനിക്ക് കുറേ മുന്നേ അറിയാം, അത്യാവശ്യം എഴുതുന്ന. എന്നാൽ ഇതുവരെ ഒരു പുസ്തകത്തിലേക്കൊന്നും പുള്ളിയുടെ എഴുത്തുകൾ കടന്നിട്ടില്ല. അതറിയുന്നത് കൊണ്ട് തന്നെ ഞാൻ ഈ ഡയറക്ടേഴ്സിനൊക്കെ ഞാൻ കൊടുത്തൊരു സിനോപ്സിസ് ഉണ്ടായിരുന്നു. ആ സിനോപ്സിസ് എനിക്ക് തോന്നുന്നു ഒരു വൈകുന്നേരം ഞാൻ മുബാറക്കിന് വാട്സപ്പ് ചെയ്യാണ്. വാട്സപ്പ് ചെയ്തിട്ട് ഞാൻ ഉടനെ തന്നെ മുബാറക്കിനെ കോൾ ചെയ്തു. ഇതുവരെ നടന്ന എല്ലാ കഥകളും ഞാൻ പുള്ളിയോട് പറഞ്ഞു. ഈ രൂപത്തിലാണ് ഇതുവരെ ഇതിന് സംഭവിച്ചത്. അപ്പോൾ ഇപ്പം എനിക്ക് തോന്നുന്നു ഇത് പുള്ളി ചോദിച്ചു എന്നോട്, ഇത് സിനിമ എന്നുള്ള രൂപത്തിൽ തന്നെ ഒന്നുകൂടെ അപ്രോച്ച് ചെയ്തുകൂടെയെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഇനി ഇതിന് സിനിമ എന്നുള്ളൊരു ചാൻസ് ഇല്ല. കാരണം വേൾഡ് കപ്പ് ഏതാണ്ട് നമ്മുടെ അടുത്തെത്തിയിട്ടുണ്ട്. വളരെ ചുരുങ്ങിയ മാസത്തിനുള്ളിൽ ഒരു സിനിമ എന്നുള്ള രൂപത്തിലേക്ക് ഇത് ഒരിക്കലും നടക്കില്ല എന്നുള്ളൊരു മൊമെൻറ്റിലാണ് ഞാൻ മുബാറക്കിനെ ബന്ധപ്പെടുന്നു, മുബാറക്കിനോട് ഈ കാര്യങ്ങൾ പറയുന്നതും. മുബാറക്ക് ഇത് വായിച്ചു. എനിക്ക് തോന്നുന്നൊരു 1-2 ആഴ്ച എടുത്തു മുബാറക്ക് തിരിച്ചു വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇത് ഞാൻ കൂടെ എഴുതേണ്ടതല്ല, നീ തന്നെ ഒറ്റക്ക് എഴുതണം എന്നുള്ളത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാം ഒറ്റക്ക് എന്നെ കൊണ്ട് ഇത് പറ്റില്ല എന്നുള്ളത്. കാരണം ഇതിൻ്റെ ഒരു ക്യാൻവാസ് വലിയൊരു ഭൂപടത്തിൽ ഒരുപാട് രാജ്യങ്ങൾ, ഒരുപാട് മനുഷ്യന്മാരൊക്കെ കയറി വരുന്ന ഒരു നോവലായതുകൊണ്ട് എനിക്കൊരാളുടെ ആവശ്യം എന്തായാലും, ഒരു കോറൈറ്റർ എന്നുള്ള രൂപത്തിൽ എനിക്കൊരാളുടെ ആവശ്യം ഉണ്ടായിരുന്നു. ആ രൂപത്തിലാണ് ഞാൻ മുബാറക്കിനോട് കാര്യങ്ങൾ പറയുന്നതും മുബാറക്ക് എന്നാൽ ഞാനൊന്ന് എഴുതി നോക്കാം എന്നുള്ള രൂപത്തിൽ എനിക്ക് തോന്നുന്നു ഒരു ഫസ്റ്റ് ചാപ്റ്റർ എനിക്ക് എഴുതി അയച്ചു തരുന്നത്. ഈ സിനോപ്സിസിൻ്റെ ഒരു ഫസ്റ്റ് പാരഗ്രാഫിനെ ഒരു ചാപ്റ്റർ എന്നുള്ള രൂപത്തിലേക്ക് മാറ്റിയിട്ട് ആ ചാപ്റ്റർ എനിക്ക് എഴുതി വാട്സപ്പ് ചെയ്തിരുന്നു. അത് വായിച്ച ഉടനെ തന്നെ ഞാൻ എന്താണോ മനസ്സ് കണ്ട ഒരു ഫീല് എനിക്ക് ആ ഒരു ഒന്നാമത്തെ ചാപ്റ്ററിൽ എനിക്ക് കിട്ടി. അങ്ങനെയാണ് മുബാറക്കുമായിട്ട് ഞാൻ ഒരുമിച്ചിരുന്ന് ഇത് എഴുതാം എന്നുള്ള രൂപത്തിലേക്ക് നമ്മൾ പോകുന്നതും എഴുത്ത് ഒഫീഷ്യലി നമ്മൾ ഒരുമിച്ചിരുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതും അന്ന് മുതലാണ്. നമസ്കാരം, ഞാൻ മുബാറക് മുഹമ്മദ്, ദുനിയ ബീവീസിൻ്റെ കോറൈറ്ററാണ്. 2022 തുടക്കത്തിലാണ് ഷംസീർ ദുനിയ ബീവീസ് എന്ന ഒരു കഥയുടെ കാര്യം എന്നോട് ആദ്യമായിട്ട് സംസാരിക്കുന്നത്. എന്നോടൊരു ദിവസം പെട്ടെന്ന് വാട്സപ്പിൽ വന്നിട്ട് നമ്മൾ ഒന്നിച്ചൊരു നോവൽ എഴുതിയാലോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് തന്നെ എനിക്ക് ഭയങ്കര സന്ദേഹം ഉണ്ടായി, എങ്ങനെയാണ് 2 ആൾക്കാർ ചേർന്ന് എഴുതുക എന്നുള്ള ഒരു ചിന്തയിലേക്ക് ഞാൻ പോയി. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു,
നീ ഉണ്ടാക്കിയൊരു കഥയാണെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ എഴുതിക്കൂടെ ഒരു അഭിപ്രായം ഞാൻ അവനോട് ചോദിച്ചു. എൻ്റെ അടുത്ത് നോവലിൻ്റെ ആഖ്യാന കല എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രന്ഥത്തിൻ്റെ PDF ഉണ്ടായിരുന്നു. ഞാനത് അവൻ അയച്ചു കൊടുത്തു. ഇതൊന്ന് വായിച്ചിട്ട് സ്വന്തമായി എഴുതാനുള്ള ഒരു ശ്രമം നടത്താൻ പറഞ്ഞു. പക്ഷെ അവൻ വിട്ടില്ല. പിന്നെ എൻ്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. അതിന് ശേഷം എനിക്ക് അതിൻ്റെ ദുനിയ ബീവീസിൻ്റെ സിനോപ്സിസിൻ്റെ ഒരു PDF എനിക്ക് അയച്ചു തന്നു. ഒരു 18 പേജുള്ള PDF എനിക്ക് അയച്ചു തന്നു. അപ്പോൾ ഞാനത് വായിച്ച സമയത്ത് സത്യം പറഞ്ഞാൽ നമ്മുടെ സ്വപ്ന ഭൂമികയൊക്കെ ആയിട്ട് നിൽക്കുന്ന ഇസ്തംബുൾ അടക്കമുള്ള ആ പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന ഒരു കഥ ആയതുകൊണ്ട് തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല രോമാഞ്ചം വന്നു വായിച്ച് കഴിയുന്ന സമയത്ത്. അപ്പം അത് വായിച്ചു കഴിഞ്ഞപ്പം വളരെ സുന്ദരമായ മനോഹരമായൊരു കഥ, ഞാനും കൂടി അലമ്പായി പോകണ്ട എന്നുള്ള ഒരു പേടി എനിക്ക് തോന്നി. അപ്പോൾ അവനോട് വീണ്ടും ഒറ്റയ്ക്ക് എഴുതുമെന്ന് പറഞ്ഞു. പക്ഷെ അവൻ പറഞ്ഞത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഒരു ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അതിലെ ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ അടർത്തിയെടുത്തിട്ട് ഞാൻ ഫസ്റ്റ് ചാപ്റ്റർ എഴുതാൻ വേണ്ടിയിരുന്നു. 1-2 പാരഗ്രാഫ് എഴുതി കഴിഞ്ഞ സമയത്ത് തന്നെ അവിടെ സ്റ്റക്കായ സമയത്ത് ഞാൻ വീണ്ടും എൻ്റെ എഴുത്ത് സുഹൃത്തുക്കളായിട്ട് സംസാരിച്ച വേളയിൽ കണ്ണും പൂട്ടി എഴുതുമെന്ന് പറഞ്ഞു. അങ്ങനെ എഴുതി ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞിട്ട് ഞാൻ ഷംസീറിന് അയച്ചു കൊടുത്ത സമയത്ത് ഷംസീർ പറഞ്ഞത് നമ്മൾ രണ്ടാളും ഒരേ ലൈനിലാണ് പോകുന്നത് എന്നുള്ള ഒരു അഭിപ്രായം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ ഞങ്ങളിത് കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിക്കുന്നത്. ഷംസീർ ആദ്യം എന്നോട് പറഞ്ഞത് ഈ കഥ 3 പെൺകുട്ടികൾ കോഴിക്കോട് വിമാനത്താവളത്തു നിന്നും ഖത്തർ വേൾഡ് കപ്പ് കാണാൻ പോവുകയും അവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ മെസ്സി എന്ന അവരുടെ ആരാധ്യ കഥാപാത്രത്തെ കാണുക എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു അവർക്ക് അതിലുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഞാൻ ഈ കഥയെ ആദ്യം സമീപിക്കുന്നത്. ഈ കഥയിൽ ഷംസീർ ആദ്യം ഒരു 6 കഥാപാത്രങ്ങളെയാണ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. ഫിദ, റിമ തോമസ്, ബ്രസീലിയ എന്നീ 3 കഥാപാത്രങ്ങൾ കേരളത്തിൽ നിന്നും, പിന്നെ ഖത്തറിലെത്തിയതിന് ശേഷം അവർ കണ്ടുമുട്ടുന്ന ഫലസ്തീനികളായ ആമിനയും ബിലാലും. ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളുടെ ഒരു സിനോപ്സിസ് വെച്ചിട്ടാണ് ഞങ്ങൾ ഇതിൻ്റെ ഒരു ആദ്യത്തെ രചന സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഹാഫ് ടൈം വരെ, ഏതാണ്ട് ഖത്തർ വേൾഡ് കപ്പ് തുടങ്ങുന്ന ആ സമയം വരെയുള്ള കേരളത്തിലെ ലൊക്കേഷൻ വെച്ചിട്ടുള്ള എഴുത്ത് ഏതാണ്ട് ഞങ്ങൾ പൂർത്തീകരിച്ചു. പിന്നെ അവിടെ സ്റ്റക്കായി. അതിനുശേഷം ഉണ്ടായിരുന്നത് ഖത്തർ വേൾഡ് കപ്പിൻ്റെ ലൈവായിട്ടുള്ള ഒരുപാട് ദൃശ്യങ്ങൾ വരുന്ന ഭാഗങ്ങളായിരുന്നു ഞങ്ങൾക്ക് തീർക്കാനുണ്ടായിരുന്നത്. അങ്ങനെ 2022 നവംബർ 21 ലുസൈലിൽ ആദ്യത്തെ വിസിൽ മുഴങ്ങുന്ന സമയത്ത് ഞാൻ ആ TV-ൻ്റെ മുന്നിൽ ഇരിക്കുകയും ബാക്കിയുള്ള ഭാഗങ്ങൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് പോവുകയാണ് ചെയ്തത്. ഒരു 80% കംപ്ലീറ്റ് ആയതിനു ശേഷം ഞങ്ങൾ ഒലി ബുക്സിനെ സമീപിക്കുന്നു. അവർ സിനോപ്സിസ് വായിക്കുന്നു. സിനോപ്സിസ് വായിച്ച സമയത്ത് തന്നെ അവർ താല്പര്യം അറിയിക്കുന്നു. ഇത് പ്രസിദ്ധീകരണ യോഗ്യമാണെന്നുള്ള ഒരു താല്പര്യം അവർ നമ്മളോട് സമ്മതിക്കുകയും തുടർന്ന് ഭാഷയും ഡ്രാഫ്റ്റിങ്ങും നോക്കിയിട്ട് ഫൈനലൈസ് ചെയ്യാന്നുള്ള ഒരു അറിയിപ്പാണ് ഒലി ബുക്സിൽ നിന്ന് ആദ്യം നമുക്ക് കിട്ടിയത്. ഇത് നമ്മൾ രചനാ രീതി എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, ഷംസീർ തയ്യാറാക്കിയ ഒരു 18 പേജുള്ള സിനോപ്സിസിൽ നിന്നും ഓരോ പാരഗ്രാഫുകൾ അടർത്തിയെടുത്ത് ഓരോ ചാപ്റ്ററുകളാക്കി ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലാണ് ഞങ്ങൾ മുന്നോട്ട് എഴുതിപ്പോയത്. ഓരോ ചാപ്റ്ററും ഞാൻ എഴുതിയിട്ട് ഷംസീറിന് അയച്ചു കൊടുക്കും. ഷംസീർ അതിൽ വേണ്ട എഡിറ്റിംഗ് നടത്തിയിട്ട് തിരിച്ചയക്കും. ഇങ്ങനെ ഒരു 6-7 പ്രാവശ്യം എഡിറ്റിംഗ് നടത്തിയതിന് ശേഷമാണ് ഞങ്ങളുടെ ഒരു പുസ്തകം എന്നുള്ള രീതിയിലേക്ക് ഇത് പൂർത്തിയായി വരുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഈ ദുനിയ ബീവീസിന്റെ രചന മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. 2022 ജൂണിലാണ് ദുനിയ ബീവീസിന്റെ ആദ്യത്തെ പതിപ്പ് ഒലി ബുക്സിലൂടെ പുറത്തു വരുന്നത്. പ്രീ ബുക്കിങ്ങിന്റെ സമയത്ത് തന്നെ ഇതിന്റെ ആദ്യത്തെ പതിപ്പ് തീർന്നു പോയി എന്നുള്ളത് ഞങ്ങളെപ്പോലെയുള്ള ഒരു എഴുതി തുടങ്ങിയ തുടക്കക്കാരായ ഗ്രന്ഥകാരന്മാർക്കുള്ള വലിയൊരു അംഗീകാരമായിട്ടാണ് കാണുന്നത്. ഇപ്പോഴും ഈ പുസ്തകം നിരവധി വായനക്കാർ വായിക്കുകയും അഭിപ്രായം അറിയിക്കുകയും ചെയ്യുന്നു എന്നുള്ള വലിയൊരു സന്തോഷം ഞങ്ങൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്.